ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബിസിനസ് ഫാമിലി വ്ളോഗ്സ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 23-ാം അധ്യായത്തിലെ വാക്യങ്ങളും ചോദ്യോത്തരങ്ങളുമാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് ആദ്യത്തെ വാക്യം നോക്കാം. 23-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം അവരുടെ സംഘം ഒന്നാകെ എഴുന്നേറ്റ് അവനെ പീലാത്തോസിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി. ഇനി ഈ വാക്യത്തിലെ ചോദ്യങ്ങൾ നോക്കാം. 23:1 പ്രകാരം യേശുവിനെ എങ്ങോട്ടാണ് അവർ കൊണ്ടുപോയത്? ഉത്തരം: പീലാത്തോസിന്റെ മുമ്പിലേക്ക്. അടുത്തൊരു ചോദ്യം നോക്കാം. ആരാണ് യേശുവിനെ പീലാത്തോസിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയത്? 23:1 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: ജനപ്രമാണികളുടെ സംഘം ഒന്നാകെ എഴുന്നേറ്റ്. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 2-ാം വാക്യം. അവർ അവൻ്റെ മേൽ കുറ്റം ചുമത്താൻ തുടങ്ങി. ഈ മനുഷ്യൻ ഞങ്ങളുടെ ജനത്തെ വഴിതെറ്റിക്കുകയും സീസറിന് നികുതി കൊടുക്കുന്നത് നിരോധിക്കുകയും താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടിരിക്കുന്നു. ചോദ്യങ്ങൾ നോക്കാം. യേശുവിനെ പീലാത്തോസിന്റെ മുൻപിൽ കൊണ്ടുപോയി എന്താണ് ചെയ്തത്? ഉത്തരം: കുറ്റം ചുമത്താൻ തുടങ്ങി. അടുത്തൊരു ചോദ്യം. യേശു തങ്ങളുടെ ജനത്തെ എന്തു ചെയ്തു എന്നാണ് 23:2 പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: വഴി തെറ്റിച്ചു. അടുത്തൊരു ചോദ്യം നോക്കാം. ആർക്ക് നികുതി കൊടുക്കുന്നത് യേശു നിരോധിച്ചു എന്നാണ് 23:2 പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: സീസറിന്. അടുത്തൊരു ചോദ്യം നോക്കാം. യേശു എന്തവകാശപ്പെട്ടു എന്നാണ് ജനപ്രമാണികളുടെ സംഘം കുറ്റപ്പെടുത്തിയത്? ഉത്തരം: താൻ രാജാവായ ക്രിസ്തുവാണെന്ന്. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 3-ാം വാക്യം. പീലാത്തോസ് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? അവൻ മറുപടി പറഞ്ഞു, നീ തന്നെ പറയുന്നുവല്ലോ. ചോദ്യങ്ങൾ നോക്കാം. പീലാത്തോസ് യേശുവിനോട് എന്താണ് ചോദിച്ചത്? 23:3 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: നീ യഹൂദരുടെ രാജാവാണോ? അടുത്തൊരു ചോദ്യം നോക്കാം. യേശു എന്താണ് പീലാത്തോസിന് മറുപടി നൽകിയത്? 23:3 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: നീ തന്നെ പറയുന്നുവല്ലോ. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 4-ാം വാക്യം. പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും പറഞ്ഞു, ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ചോദ്യങ്ങൾ നോക്കാം. ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ആരോട് പറഞ്ഞതാണിത്? 23:4 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും. അടുത്തൊരു ചോദ്യം നോക്കാം. പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും എന്താണ് പറഞ്ഞത്? 23:4 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 5-ാം വാക്യം. അവരാകട്ടെ നിർബന്ധപൂർവം പറഞ്ഞു, ഇവൻ ഗലീലി മുതൽ ഇവിടം വരെയും യൂദയായിലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കിവിടുന്നു. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. യേശു ഗലീലി മുതൽ ഇവിടം വരെയും യൂദയായിലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് എന്തു ചെയ്യുന്നു എന്നാണ് അവർ നിർബന്ധപൂർവം പറഞ്ഞത്? ഉത്തരം: ജനത്തെ ഇളക്കിവിടുന്നു. അടുത്തൊരു ചോദ്യം നോക്കാം. യേശു എവിടെയെല്ലാം പഠിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ഇളക്കി വിടുന്നു എന്നാണ് 23:5 പറഞ്ഞിരിക്കുന്നത്? ഉത്തരം:
ഖലീലി മുതൽ ഇവിടം വരെയും യൂദയായിലെങ്ങും. അടുത്തൊരു ചോദ്യം നോക്കാം. ഇവൻ ഖലീലി മുതൽ ഇവിടം വരെയും യൂദയായിലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കിവിടുന്നു. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം: പുരോഹിത പ്രമുഖന്മാരും ജനക്കൂട്ടവും. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 6-ാം വാക്യം. ഇത് കേട്ട് പീലാത്തോസ്, ഈ മനുഷ്യൻ ഗലീലിയാക്കാരനാണോ എന്ന് ചോദിച്ചു. ചോദ്യങ്ങൾ നോക്കാം. ഇവൻ ഖലീലി മുതൽ ഇവിടം വരെയും യൂദയായിലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കിവിടുന്നു എന്ന് പറയുന്നത് കേട്ടപ്പോൾ പീലാത്തോസ് എന്താണ് ചോദിച്ചത്? ഉത്തരം: ഈ മനുഷ്യൻ ഗലീലിയാക്കാരനാണോ? അടുത്തൊരു വാക്യം നോക്കാം. 23-ാം അധ്യായം 7-ാം വാക്യം. അവൻ ഹെറോദേസിന്റെ അധികാരത്തിൽ പെട്ടവനാണെന്നറിഞ്ഞപ്പോൾ പീലാത്തോസ് അവനെ അവന്റെ അടുത്തേക്ക് അയച്ചു. ആ ദിവസങ്ങളിൽ ഹെറോദേസ് ജെറുസലേമിൽ ഉണ്ടായിരുന്നു. ചോദ്യങ്ങൾ നോക്കാം. എന്തുകൊണ്ടാണ് പീലാത്തോസ് യേശുവിനെ ഹെറോദേസിന്റെ അടുത്തേക്ക് അയച്ചത്? 23:7 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: യേശു ഹെറോദേസിന്റെ അധികാരത്തിൽപ്പെട്ടവനാണെന്ന് അറിഞ്ഞപ്പോൾ. അടുത്തൊരു ചോദ്യം നോക്കാം. ആ ദിവസങ്ങളിൽ ഹെറോദേസ് എവിടെ ഉണ്ടായിരുന്നു എന്നാണ് 23:7 പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ജെറുസലേമിൽ. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 8-ാം വാക്യം. ഹെറോദേസ് യേശുവിനെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചു. എന്തെന്നാൽ അവൻ യേശുവിനെ പറ്റി കേട്ടിരുന്നതുകൊണ്ട് അവനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. അവൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരത്ഭുതം കാണാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. ചോദ്യങ്ങൾ നോക്കാം. യേശുവിനെ കണ്ടപ്പോൾ ആരാണ് അത്യധികം സന്തോഷിച്ചത്? 23:8 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: ഹെറോദേസ്. അടുത്തൊരു ചോദ്യം നോക്കാം. എന്തുകൊണ്ടാണ് ഹെറോദേസ് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചിരുന്നത്? ഉത്തരം: ഹെറോദേസ് യേശുവിനെ പറ്റി കേട്ടിരുന്നതുകൊണ്ട്. അടുത്തൊരു ചോദ്യം നോക്കാം. ഹെറോദേസ് എന്താണ് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നത്? 23:8 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: യേശു ചെയ്യുന്ന ഏതെങ്കിലും ഒരു അത്ഭുതം കാണാമെന്ന്. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 9-ാം വാക്യം. അതിനാൽ അവൻ പലതും അവനോട് ചോദിച്ചു, പക്ഷേ അവൻ ഒന്നിനും ഉത്തരം പറഞ്ഞില്ല. ചോദ്യങ്ങൾ നോക്കാം. അതിനാൽ അവൻ പലതും അവനോട് ചോദിച്ചു. ആര് ആരോട് ചോദിച്ചു എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ഹെറോദേസ് യേശുവിനോട്. അടുത്തൊരു ചോദ്യം നോക്കാം. പക്ഷേ അവൻ ഒന്നിനും ഉത്തരം പറഞ്ഞില്ല. ആരെ പറ്റിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? 23:9 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: യേശുവിനെ. അടുത്തൊരു ചോദ്യം നോക്കാം. ആരുടെ ചോദ്യങ്ങൾക്കാണ് യേശു ഉത്തരം പറയാതിരുന്നത്? 23:9 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: ഹെറോദേസിന്റെ. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 10-ാം വാക്യം. പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും അവന്റെ മേൽ ആവേശപൂർവം കുറ്റം ചുമത്തിക്കൊണ്ട് ചുറ്റും നിന്നിരുന്നു. ചോദ്യങ്ങൾ നോക്കാം. ആരെല്ലാമാണ് യേശുവിൻ്റെ മേൽ ആവേശപൂർവം കുറ്റം ചുമത്തിക്കൊണ്ട് യേശുവിന് ചുറ്റും നിന്നിരുന്നത്? ഉത്തരം: പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 11-ാം വാക്യം. ഹെറോദേസ് പടയാളികളോട് ചേർന്ന് അവനോട് നിന്ദ്യമായി പെരുമാറുകയും അവനെ അധിക്ഷേപിക്കുകയും ചെയ്തു. അവൻ യേശുവിനെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിന്റെ അടുത്തേക്ക് തിരിച്ചയച്ചു. ചോദ്യങ്ങൾ നോക്കാം. ഹെറോദേസ് പടയാളികളോട് ചേർന്ന് യേശുവിനോട് എന്താണ് ചെയ്തത്? 23:11 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: നിന്ദ്യമായി പെരുമാറുകയും അധിക്ഷേപിക്കുകയും ചെയ്തു. അടുത്തൊരു ചോദ്യം നോക്കാം. 23:11 പ്രകാരം പൂരിപ്പിക്കുക. ഡാഷ് പടയാളികളോട് ചേർന്ന് അവനോട്
നിന്ദ്യമായി പെരുമാറുകയും അവനെ അധിക്ഷേപിക്കുകയും ചെയ്തു. ഉത്തരം: ഹെറോദേസ് പടയാളികളോട് ചേർന്ന് അവനോട് നിന്ദ്യമായി പെരുമാറുകയും അവനെ അധിക്ഷേപിക്കുകയും ചെയ്തു. അടുത്തൊരു ചോദ്യം നോക്കാം. ഹെറോദേസ് ആരുടെ കൂടെ ചേർന്നാണ് യേശുവിനോട് നിന്ദ്യമായി പെരുമാറുകയും അവനെ അധിക്ഷേപിക്കുകയും ചെയ്തത്? 23:11 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: പടയാളികളോട് ചേർന്ന്. അടുത്തൊരു ചോദ്യം നോക്കാം. ഹെറോദേസ് യേശുവിനെ എന്താണ് ധരിപ്പിച്ചത്? 23:11 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: പകിട്ടേറിയ വസ്ത്രം. അടുത്തൊരു ചോദ്യം നോക്കാം. 23:11 പ്രകാരം പൂരിപ്പിക്കുക. അവൻ അവനെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് ഡാഷ് അടുത്തേക്ക് തിരിച്ചയച്ചു. ഉത്തരം: അവൻ അവനെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിന്റെ അടുത്തേക്ക് തിരിച്ചയച്ചു. ഹെറോദേസ് യേശുവിനെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് എന്താണ് ചെയ്തത്? 23:11 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: പീലാത്തോസിന്റെ അടുത്തേക്ക് തിരിച്ചയച്ചു. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 12-ാം വാക്യം. അന്നു മുതൽ ഹെറോദേസും പീലാത്തോസും പരസ്പരം സ്നേഹിതന്മാരായി. മുമ്പ് അവർ ശത്രുതയിലാണ് കഴിഞ്ഞിരുന്നത്. ചോദ്യങ്ങൾ നോക്കാം. അന്നു മുതൽ ഹെറോദേസും പീലാത്തോസും പരസ്പരം ഡാഷ് 23:12 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം: അന്നു മുതൽ ഹെറോദേസും പീലാത്തോസും പരസ്പരം സ്നേഹിതന്മാരായി. അടുത്തൊരു ചോദ്യം നോക്കാം. മുമ്പ് അവർ ശത്രുതയിലാണ് കഴിഞ്ഞിരുന്നത്. ആരെ പറ്റിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? 23:12 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: ഹെറോദേസിനെയും പീലാത്തോസിനെയും പറ്റി. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 13-ാം വാക്യം. പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരെയും നേതാക്കന്മാരെയും ജനത്തെയും ഒന്നിച്ചുകൂട്ടി അവരോട് പറഞ്ഞു. ചോദ്യങ്ങൾ നോക്കാം. പീലാത്തോസ് ആരെയെല്ലാമാണ് ഒന്നിച്ചുകൂട്ടിയത്? ഉത്തരം: പുരോഹിത പ്രമുഖന്മാരെയും നേതാക്കന്മാരെയും ജനത്തെയും. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 14-ാം വാക്യം. ജനത്തെ വഴിപിഴപ്പിക്കുന്നു എന്നു പറഞ്ഞ് നിങ്ങൾ ഇവനെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഇതാ, നിങ്ങളുടെ മുൻപിൽ വച്ചു തന്നെ ഇവനെ ഞാൻ വിസ്തരിച്ചു. നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളിൽ ഒന്നുപോലും ഇവനിൽ ഞാൻ കണ്ടില്ല. ചോദ്യങ്ങൾ നോക്കാം. എന്ത് പറഞ്ഞ് യേശുവിനെ അവർ തൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു എന്നാണ് പീലാത്തോസ് പറഞ്ഞത്? 23:14 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നു എന്ന് പറഞ്ഞ്. അടുത്തൊരു ചോദ്യം നോക്കാം. 23:14 പ്രകാരം പൂരിപ്പിക്കുക. ഇതാ, നിങ്ങളുടെ മുൻപിൽ വെച്ചു തന്നെ ഇവനെ ഞാൻ ഡാഷ്. ഉത്തരം: ഇതാ, നിങ്ങളുടെ മുൻപിൽ വച്ചു തന്നെ ഇവനെ ഞാൻ വിസ്തരിച്ചു. അടുത്തൊരു ചോദ്യം നോക്കാം. നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളിൽ ഒന്നുപോലും ഇവനിൽ ഞാൻ കണ്ടില്ല. ആര് ആരോടാണ് ഇങ്ങനെ പറഞ്ഞത്? പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരോടും നേതാക്കന്മാരോടും ജനത്തോടും. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 15-ാം വാക്യം. ഹെറോദേസും കണ്ടില്ല. അവൻ ഇവനെ എൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ചിരിക്കുകയാണല്ലോ. നോക്കൂ, മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഇവൻ ചെയ്തിട്ടില്ല. ചോദ്യങ്ങൾ നോക്കാം. അവൻ ഇവനെ എൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ചിരിക്കുകയാണല്ലോ. ആരെ പറ്റിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ഹെറോദേസ്. അടുത്തൊരു ചോദ്യം നോക്കാം. 23:15 പീലാത്തോസ് യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്ത്? ഉത്തരം: നോക്കൂ, മരണശിക്ഷയർഹിക്കുന്ന ഒരു കുറ്റവും ഇവൻ ചെയ്തിട്ടില്ല. നമുക്കിനി അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 16-ാം വാക്യം. അതിനാൽ ഞാൻ ഇവനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് വിട്ടയക്കും. ചോദ്യം നോക്കാം. പീലാത്തോസ് യേശുവിന് എന്തു ശിക്ഷയാണ് വിധിച്ചത്? ഉത്തരം:
ചമ്മട്ടിയടി. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 17-ാം വാക്യം. അപ്പോൾ അവർ ഏകസ്വരത്തിൽ ആക്രോശിച്ചു, ഇവനെ കൊണ്ടുപോവുക. ചോദ്യങ്ങൾ നോക്കാം. അപ്പോൾ അവർ എന്താണ് ഏകസ്വരത്തിൽ ആക്രോശിച്ചത്? ഉത്തരം: ഇവനെ കൊണ്ടുപോവുക. അടുത്തൊരു ചോദ്യം നോക്കാം. ആരാണ് ഏകസ്വരത്തിൽ ഇങ്ങനെ ആക്രോശിച്ചത്? ഉത്തരം: പുരോഹിത പ്രമുഖന്മാരും നേതാക്കന്മാരും ജനവും. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 18-ാം വാക്യം. ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക. ചോദ്യങ്ങൾ നോക്കാം. ആരെ തങ്ങൾക്ക് വിട്ടുതരിക എന്നാണ് അവർ ഏകസ്വരത്തിൽ ആക്രോശിച്ചത്? ഉത്തരം: ബറാബാസിനെ. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 19-ാം വാക്യം. പട്ടണത്തിൽ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവനാണ് ബറാബാസ്. ചോദ്യങ്ങൾ നോക്കാം. എന്തിനു വേണ്ടി കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവനാണ് ബറാബാസ്? ഉത്തരം: പട്ടണത്തിൽ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 20-ാം വാക്യം. യേശുവിനെ വിട്ടയക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് പീലാത്തോസ് ഒരിക്കൽ കൂടി അവരോട് സംസാരിച്ചു. ചോദ്യങ്ങൾ നോക്കാം. എന്താഗ്രഹിച്ചുകൊണ്ടാണ് പീലാത്തോസ് ഒരിക്കൽ കൂടി അവരോട് സംസാരിച്ചത്? ഉത്തരം: യേശുവിനെ വിട്ടയക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട്. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 21-ാം വാക്യം. അവരാകട്ടെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ചോദ്യങ്ങൾ നോക്കാം. അവരാകട്ടെ എന്താണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്? 23-21 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 22-ാം വാക്യം. പീലാത്തോസ് 3-ാം പ്രാവശ്യവും അവരോട് ചോദിച്ചു, അവൻ എന്തു തിന്മ പ്രവർത്തിച്ചു? വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഞാൻ അവനിൽ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ അവനെ ചമ്മട്ടികൊണ്ട് അടിപ്പിച്ച് വിട്ടയക്കും. ചോദ്യങ്ങൾ നോക്കാം. പീലാത്തോസ് 3-ാം പ്രാവശ്യവും അവരോട് ചോദിച്ചതെന്താണ്? 23-22 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: അവൻ എന്ത് തിന്മ പ്രവർത്തിച്ചു? അടുത്തൊരു ചോദ്യം നോക്കാം. 23-22 പ്രകാരം പൂരിപ്പിക്കുക. ഡാഷ് അർഹിക്കുന്ന ഒരു കുറ്റവും ഞാൻ അവനിൽ കണ്ടില്ല. ഉത്തരം: വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഞാൻ അവനിൽ കണ്ടില്ല. അടുത്തൊരു ചോദ്യം നോക്കാം. 23-22 പ്രകാരം പൂരിപ്പിക്കുക. അതുകൊണ്ട് ഞാൻ അവനെ ഡാഷ് വിട്ടയക്കും. ഉത്തരം: അതുകൊണ്ട് ഞാൻ അവനെ ചമ്മട്ടികൊണ്ട് അടിപ്പിച്ച് വിട്ടയക്കും. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 23-ാം വാക്യം. അവനെ ക്രൂശിക്കണമെന്ന് അവർ നിർബന്ധപൂർവം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം അവരുടെ നിർബന്ധം തന്നെ വിജയിച്ചു. ചോദ്യങ്ങൾ നോക്കാം. എന്താണ് അവർ നിർബന്ധപൂർവം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്? ഉത്തരം: അവനെ ക്രൂശിക്കണമെന്ന്. അടുത്തൊരു ചോദ്യം നോക്കാം. ആരാണ് യേശുവിനെ ക്രൂശിക്കണമെന്ന് നിർബന്ധപൂർവം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്? ഉത്തരം: പുരോഹിത പ്രമുഖന്മാരും നേതാക്കന്മാരും ജനവും. അടുത്തൊരു ചോദ്യം നോക്കാം. 23-23 പ്രകാരം പൂരിപ്പിക്കുക. അവസാനം അവരുടെ ഡാഷ് തന്നെ വിജയിച്ചു. ഉത്തരം: അവസാനം അവരുടെ നിർബന്ധം തന്നെ വിജയിച്ചു. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 24-ാം വാക്യം. അവർ ആവശ്യപ്പെട്ടത് അനുവദിച്ചു കൊടുക്കാൻ പീലാത്തോസ് തീരുമാനിച്ചു. ചോദ്യങ്ങൾ നോക്കാം. പീലാത്തോസ് എന്തു തീരുമാനിച്ചു എന്നാണ് 23-24 പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: അവർ ആവശ്യപ്പെട്ടത് അനുവദിച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം
വാക്യം. അവർ ആവശ്യപ്പെട്ട മനുഷ്യനെ, കലാപത്തിനും കൊലപാതകത്തിനും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നവനെ അവൻ വിട്ടയക്കുകയും യേശുവിനെ അവരുടെ ഇംഗിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ചോദ്യങ്ങൾ നോക്കാം. ആരെയാണ് പിലാത്തോസ് വിട്ടയച്ചത്? 23-25 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: അവർ ആവശ്യപ്പെട്ട മനുഷ്യനെ. അടുത്തൊരു ചോദ്യം നോക്കാം. ഏതു മനുഷ്യനെ വിട്ടയക്കാനാണ് അവർ ആവശ്യപ്പെട്ടത്? 23-25 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: കലാപത്തിനും കൊലപാതകത്തിനും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നവനെ. അടുത്തൊരു ചോദ്യം നോക്കാം. യേശുവിനെ പീലാത്തോസ് എന്താണ് ചെയ്തത്? 23-25 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: അവരുടെ ഇംഗിതത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. നമുക്കിനി അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 26-ാം വാക്യം. അവർ അവനെ കൊണ്ടുപോകുമ്പോൾ നാട്ടിൻ പുറത്തുനിന്ന് ആ വഴി വന്ന ശിമയോൻ എന്ന ഒരു കിറേനാക്കാരനെ പിടിച്ചു നിർത്തി കുരിശ് ചുമലിൽ വെച്ച് യേശുവിൻ്റെ പുറകെ ചുമന്നുകൊണ്ടുവരാൻ നിർബന്ധിച്ചു. ചോദ്യങ്ങൾ നോക്കാം. ശിമയോൻ ഏതു നാട്ടുകാരനായിരുന്നു? 23-26 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: കിറേനാക്കാരൻ. അടുത്തൊരു ചോദ്യം നോക്കാം. എന്തിനാണ് ശിമയോനെ പിടിച്ചു നിർത്തിയത്? 23-26 പ്രകാരം ഉത്തരം നൽകുക. കുരിശ് ചുമലിൽ വച്ച് യേശുവിൻ്റെ പുറകെ ചുമന്നുകൊണ്ടുവരാൻ. അടുത്തൊരു ചോദ്യം നോക്കാം. അവർ ആരെയാണ് കുരിശ് ചുമലിൽ വച്ച് യേശുവിൻ്റെ പുറകെ ചുമന്നുകൊണ്ടുവരാൻ നിർബന്ധിച്ചത്? 23-26 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: കിറേനാക്കാരനായ ശിമയോനെ. അടുത്തൊരു ചോദ്യം നോക്കാം. ശിമയോൻ എവിടെ നിന്നുമാണ് ആ വഴിക്ക് വന്നിരുന്നത്? 23-26 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: നാട്ടിൻ പുറത്തുനിന്ന്. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 27-ാം വാക്യം. ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും യേശുവിൻ്റെ പിന്നാലെ പോയിരുന്നു. ചോദ്യങ്ങൾ നോക്കാം. ആരെല്ലാമാണ് യേശുവിൻ്റെ പിന്നാലെ പോയിരുന്നത്? 23-27 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും. അടുത്തൊരു ചോദ്യം നോക്കാം. 23-27 പ്രകാരം പൂരിപ്പിക്കുക. ഒരു വലിയ ജനക്കൂട്ടവും ഡാഷ് ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും യേശുവിൻ്റെ പിന്നാലെ പോയിരുന്നു. ഉത്തരം: ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും യേശുവിൻ്റെ പിന്നാലെ പോയിരുന്നു. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 28-ാം വാക്യം. അവരുടെ നേരെ തിരിഞ്ഞ് യേശു പറഞ്ഞു, ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. ചോദ്യങ്ങൾ നോക്കാം. ആരുടെ നേരെ തിരിഞ്ഞാണ് യേശു ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ എന്ന് പറഞ്ഞത്? 23-28 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹത്തിനു നേരെ തിരിഞ്ഞ്. അടുത്തൊരു ചോദ്യം നോക്കാം. കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹത്തെ യേശു എന്താണ് വിളിച്ചത്? 23-28 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: ജെറുസലേം പുത്രിമാരെ. അടുത്തൊരു ചോദ്യം നോക്കാം. ആരെ പ്രതി കരയാനാണ് യേശു ജെറുസലേം പുത്രിമാരോട് പറഞ്ഞത്? 23-28 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: തങ്ങളെയും തങ്ങളുടെ മക്കളെയും പ്രതി. അടുത്തൊരു ചോദ്യം നോക്കാം. യേശു ജെറുസലേം പുത്രിമാരെ എന്ന് വിളിച്ചുകൊണ്ട് എന്താണ് പറഞ്ഞത്? 23-28 പ്രകാരം
ഉത്തരം നൽകുക. ഉത്തരം: എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. നമുക്കിനി അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 29-ാം വാക്യം. എന്തെന്നാൽ വന്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യം എന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരും. ചോദ്യങ്ങൾ നോക്കാം. ആർക്കെല്ലാം ഭാഗ്യം എന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരും എന്നാണ് 23-29 പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: വന്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 30-ാം വാക്യം. അന്ന് അവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടിക്കളയുക എന്നും പറയാൻ തുടങ്ങും. ചോദ്യങ്ങൾ നോക്കാം. അന്ന് അവർ പർവ്വതങ്ങളോട് എന്തു പറയും എന്നാണ് 23:30 പറയുന്നത്? ഉത്തരം: ഞങ്ങളുടെ മേൽ വീഴുക. അടുത്തൊരു ചോദ്യം 23:30 പ്രകാരം പൂരിപ്പിക്കുക. അന്ന് അവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്നും ഡാഷ് ഞങ്ങളെ മൂടിക്കളയുക എന്നും പറയാൻ തുടങ്ങും. ഉത്തരം: അന്ന് അവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടിക്കളയുക എന്നും പറയാൻ തുടങ്ങും. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 31-ാം വാക്യം. പച്ചത്തടിയോട് അവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിനെ എന്തു സംഭവിക്കും? ചോദ്യങ്ങൾ നോക്കാം. 23:31 പ്രകാരം പൂരിപ്പിക്കുക. ഡാഷ് അവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിനെ എന്തു സംഭവിക്കും? ഉത്തരം: പച്ചത്തടിയോട് അവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിനെ എന്തു സംഭവിക്കും? നമുക്കിനി അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 32-ാം വാക്യം. കുറ്റവാളികളായ മറ്റു 2 പേരെ കൂടെ അവനോടൊപ്പം വധിക്കാൻ അവർ കൂട്ടിക്കൊണ്ടുപോയി. ചോദ്യങ്ങൾ നോക്കാം. മറ്റാരെയെല്ലാമാണ് യേശുവിനോടൊപ്പം വധിക്കാൻ അവർ കൂട്ടിക്കൊണ്ടുപോയത്? 23:32 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: കുറ്റവാളികളായ മറ്റു 2 പേരെ കൂടെ. നമുക്കിനി അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 33-ാം വാക്യം. തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ വന്നു. അവിടെ അവർ അവനെ കുരിശിൽ തറച്ചു. ആ കുറ്റവാളികളെയും ഒരുവനെ അവന്റെ വലത്തുവശത്തും ഇതരനെ ഇടത്തുവശത്തും ക്രൂശിച്ചു. ചോദ്യങ്ങൾ നോക്കാം. എവിടെയാണ് യേശുവിനെ അവർ കുരിശിൽ തറച്ചത്? 23:33 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത്. അടുത്തൊരു ചോദ്യം നോക്കാം. കുറ്റവാളികൾ എവിടെയാണ് ക്രൂശിക്കപ്പെട്ടത്? 23:32 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: ഒരുവനെ യേശുവിന്റെ വലത്തുവശത്തും ഇതരനെ ഇടത്തുവശത്തും. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 34-ാം വാക്യം. യേശു പറഞ്ഞു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. അവന്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ അവർ കുറിയിട്ടു. ചോദ്യങ്ങൾ നോക്കാം. 23:34 പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് യേശു എന്താണ് പറഞ്ഞത്? ഉത്തരം: അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. അടുത്തൊരു ചോദ്യം നോക്കാം. അവർ എന്തിനു വേണ്ടിയാണ് കുറിയിട്ടത്? 23:34 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: യേശുവിന്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 35-ാം വാക്യം. ജനം നോക്കി നിന്നു. പ്രമാണികളാകട്ടെ അവനെ പരിഹസിച്ചു പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു. ഇവൻ ദൈവത്തിന്റെ ക്രിസ്തുവാണെങ്കിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ രക്ഷിക്കട്ടെ. ചോദ്യങ്ങൾ നോക്കാം.
ഇതെല്ലാം സംഭവിക്കുമ്പോൾ ജനം എന്താണ് ചെയ്തത്? 23:35 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: ജനം നോക്കി നിന്നു. അടുത്തൊരു ചോദ്യം: പ്രമാണികൾ എന്താണ് ചെയ്തത്? 23:35 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: യേശുവിനെ പരിഹസിച്ചു പറഞ്ഞു. അടുത്തൊരു ചോദ്യം നോക്കാം. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു. ഇവൻ ദൈവത്തിന്റെ ക്രിസ്തുവാണെങ്കിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ രക്ഷിക്കട്ടെ. ആരാണ് യേശുവിനെ ഇങ്ങനെ പരിഹസിച്ചു പറഞ്ഞത്? 23:35 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: പ്രമാണികൾ. അടുത്തൊരു ചോദ്യം നോക്കാം. പ്രമാണികൾ യേശുവിനെ എന്താണ് പരിഹസിച്ചു പറഞ്ഞത്? 23:35 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു. ഇവൻ ദൈവത്തിന്റെ ക്രിസ്തുവാണെങ്കിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ രക്ഷിക്കട്ടെ. അടുത്തൊരു ചോദ്യം നോക്കാം. യേശു ആരാണെങ്കിൽ തന്നെ രക്ഷിക്കട്ടെ എന്നാണ് പ്രമാണികൾ പരിഹസിച്ചു പറഞ്ഞത്? 23:35 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: യേശു ദൈവത്തിന്റെ ക്രിസ്തുവാണെങ്കിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 36-ാം വാക്യം. പടയാളികൾ അടുത്തുവന്ന് വിനാഗിരി കൊടുത്ത് അവനെ പരിഹസിച്ചു പറഞ്ഞു. ചോദ്യങ്ങൾ നോക്കാം. പടയാളികൾ അടുത്തുവന്ന് എന്താണ് ചെയ്തത്? 23:36 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: വിനാഗിരി കൊടുത്ത് അവനെ പരിഹസിച്ചു പറഞ്ഞു. അടുത്തൊരു ചോദ്യം നോക്കാം. പടയാളികൾ അടുത്തുവന്ന് യേശുവിന് എന്താണ് കൊടുത്തത്? ഉത്തരം: വിനാഗിരി. അടുത്തൊരു ചോദ്യം നോക്കാം. ആരാണ് യേശുവിൻ്റെ അടുത്ത് വന്ന് വിനാഗിരി കൊടുത്ത് അവനെ പരിഹസിച്ചു പറഞ്ഞത്? 23:36 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: പടയാളികൾ. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 37-ാം വാക്യം. നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. ചോദ്യങ്ങൾ നോക്കാം. പടയാളികൾ എന്താണ് യേശുവിനെ പരിഹസിച്ചു പറഞ്ഞത്? 23:37 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. അടുത്തൊരു ചോദ്യം നോക്കാം. നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. ആരാണ് യേശുവിനെ ഇങ്ങനെ പരിഹസിച്ചു പറഞ്ഞത്? 23:37 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: പടയാളികൾ. അടുത്തൊരു ചോദ്യം നോക്കാം. യേശു ആരാണെങ്കിൽ തന്നെ രക്ഷിക്കുകയെന്നാണ് പടയാളികൾ യേശുവിനെ പരിഹസിച്ചു പറഞ്ഞത്? 23:37 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: നീ യഹൂദരുടെ രാജാവാണെങ്കിൽ. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 38-ാം വാക്യം. ഇവൻ യഹൂദരുടെ രാജാവ് എന്ന ഒരു ലിഖിതം അവന്റെ തലയ്ക്കുമീതെ ഉണ്ടായിരുന്നു. ചോദ്യങ്ങൾ നോക്കാം. എന്താണ് യേശുവിൻ്റെ തലയ്ക്കുമീതെ ഉണ്ടായിരുന്നത്? 23:38 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: ഇവൻ യഹൂദരുടെ രാജാവ് എന്ന ഒരു ലിഖിതം. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 39-ാം വാക്യം. കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു, നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. ചോദ്യങ്ങൾ നോക്കാം. ആരാണ് യേശുവിനെ ദുഷിച്ചു പറഞ്ഞത്? 23:39 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ. അടുത്തൊരു ചോദ്യം നോക്കാം. കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ എന്താണ് യേശുവിനെ ദുഷിച്ചു പറഞ്ഞത്? 23:39 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക.
അടുത്തൊരു ചോദ്യം നോക്കാം. യേശുവിനെ ദുഷിച്ചു പറഞ്ഞ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ എന്താണ് യേശുവിനോട് ചോദിച്ചത്? 23:39 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: നീ ക്രിസ്തുവല്ലേ? അടുത്തൊരു ചോദ്യം നോക്കാം. നീ ക്രിസ്തുവല്ലേ? നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? 23:39 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 40-ാം വാക്യം. അപരൻ അവനെ ശകാരിച്ചു പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ. ഇനി ചോദ്യങ്ങൾ നോക്കാം. അപരൻ എന്താണ് ചെയ്തത്? 23:40 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: അവനെ ശകാരിച്ചു പറഞ്ഞു. അടുത്തൊരു ചോദ്യം നോക്കാം. അപരൻ അവനെ എന്താണ് ശകാരിച്ചു പറഞ്ഞത്? 23:40 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 41-ാം വാക്യം. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്, നമ്മുടെ പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചോദ്യങ്ങൾ നോക്കാം. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. ആരുടെ ശിക്ഷാവിധിയെ പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? 23:41 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളുടെ. അടുത്തൊരു ചോദ്യം നോക്കാം. നമുക്ക് എന്ത് ലഭിച്ചിരിക്കുന്നു എന്നാണ് തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ പറഞ്ഞത്? ഉത്തരം: നമ്മുടെ പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം. അടുത്തൊരു ചോദ്യം നോക്കാം. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആരെ പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? 23:41 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ യേശുവിനെ പറ്റി. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 42-ാം വാക്യം. അവൻ തുടർന്നു, യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് യേശുവിനെ പറ്റി പറഞ്ഞ കുരിശിൽ തൂക്കപ്പെട്ട കുറ്റവാളികളിൽ ഒരുവൻ എന്താണ് യേശുവിനോട് അപേക്ഷിച്ചത്? 23:42 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. അടുത്തൊരു ചോദ്യം നോക്കാം. യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? 23:42 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് യേശുവിനെ പറ്റി പറഞ്ഞ കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 43-ാം വാക്യം. യേശു അവനോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസായിൽ ആയിരിക്കും. ചോദ്യങ്ങൾ നോക്കാം. യേശു എന്താണ് അവനോട് അരുളി ചെയ്തത്? 23:43 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസായിൽ ആയിരിക്കും. അടുത്തൊരു ചോദ്യം നോക്കാം. 23:43 പ്രകാരം പൂരിപ്പിക്കുക. നീ ഇന്ന് എന്നോട് കൂടെ ഡാഷ് ആയിരിക്കും. ഉത്തരം: നീ ഇന്ന് എന്നോട് കൂടെ പറുദീസായിൽ ആയിരിക്കും. അടുത്തൊരു ചോദ്യം നോക്കാം. നീ ഇന്ന് എന്നോട് കൂടെ പറുദീസായിൽ ആയിരിക്കും. യേശു ആരോടാണ് ഇങ്ങനെ പറഞ്ഞത്? 23:43 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് യേശുവിനെ പറ്റി പറഞ്ഞ കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 44-ാം വാക്യം.
അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂർ ആയിരുന്നു. 9-ാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. ചോദ്യങ്ങൾ നോക്കാം. 23:44 പ്രകാരം പൂരിപ്പിക്കുക. അപ്പോൾ ഏകദേശം ഡാഷ് മണിക്കൂർ ആയിരുന്നു. ഉത്തരം: അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂർ ആയിരുന്നു. അടുത്തൊരു ചോദ്യം നോക്കാം. ഏത് മണിക്കൂർ വരെയാണ് ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചത്? 23:44 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: 9-ാം മണിക്കൂർ വരെ. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 45-ാം വാക്യം. സൂര്യൻ ഇരുണ്ടു, ദേവാലയത്തിലെ തിരശ്ശീല നടുവേ കീറി. ചോദ്യങ്ങൾ നോക്കാം. സൂര്യന് എന്താണ് ഉണ്ടായത്? 23:45 പ്രകാരം ഉത്തരം നൽകുക. സൂര്യൻ ഇരുണ്ടു. അടുത്തൊരു ചോദ്യം നോക്കാം. 23:45 പ്രകാരം പൂരിപ്പിക്കുക. ദേവാലയത്തിലെ ഡാഷ് നടുവേ കീറി. ഉത്തരം: ദേവാലയത്തിലെ തിരശ്ശീല നടുവേ കീറി. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 46-ാം വാക്യം. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. നമുക്കിനി ചോദ്യങ്ങൾ നോക്കാം. യേശു എന്താണ് ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞത്? 23:45 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അടുത്തൊരു ചോദ്യം നോക്കാം. എന്തു പറഞ്ഞുകൊണ്ടാണ് യേശു ജീവൻ വെടിഞ്ഞത്? ഉത്തരം: പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 47-ാം വാക്യം. ഈ സംഭവമെല്ലാം കണ്ടുനിന്നിരുന്ന ശതാധിപൻ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞു, ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു. ചോദ്യങ്ങൾ നോക്കാം. ആരാണ് ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞത്? 23:47 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: ഈ സംഭവമെല്ലാം കണ്ടുനിന്നിരുന്ന ശതാധിപൻ. അടുത്തൊരു ചോദ്യം നോക്കാം. ശതാധിപൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എന്താണ് പറഞ്ഞത്? ഉത്തരം: ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു. അടുത്തൊരു ചോദ്യം നോക്കാം. ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം: ഈ സംഭവമെല്ലാം കണ്ടുനിന്നിരുന്ന ശതാധിപൻ. ഇനി നമുക്ക് അടുത്തൊരു വാക്യം നോക്കാം. 23-ാം അധ്യായം 48-ാം വാക്യം. കാഴ്ച കാണാൻ കൂടിയിരുന്ന ജനക്കൂട്ടം ഇതെല്ലാം കണ്ട് മാറത്തടിച്ചുകൊണ്ട് തിരിച്ചുപോയി. ചോദ്യങ്ങൾ നോക്കാം. കാഴ്ച കാണാൻ കൂടിയിരുന്ന ജനക്കൂട്ടം എന്താണ് ചെയ്തത്? 23:48 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: ഇതെല്ലാം കണ്ട് മാറത്തടിച്ചുകൊണ്ട് തിരിച്ചുപോയി. അടുത്തൊരു ചോദ്യം നോക്കാം. ആരാണ് ഇതെല്ലാം കണ്ട് മാറത്തടിച്ചുകൊണ്ട് തിരിച്ചുപോയത്? 23:48 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: കാഴ്ച കാണാൻ കൂടിയിരുന്ന ജനക്കൂട്ടം. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 49-ാം വാക്യം. അവന്റെ പരിചയക്കാരും ഗലീലിയിൽ നിന്ന് അവനെ അനുഗമിച്ചിരുന്ന സ്ത്രീകളും അകലെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിരുന്നു. ചോദ്യങ്ങൾ നോക്കാം. ആരാണ് അകലെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിരുന്നത്? 23:49 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: യേശുവിൻ്റെ പരിചയക്കാരും ഗലീലിയിൽ നിന്ന് അവനെ അനുഗമിച്ചിരുന്ന സ്ത്രീകളും. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 50-ാം വാക്യം. യഹൂദരുടെ ഒരു പട്ടണമായ അരിമത്തിയായിൽ നിന്നുള്ള ജോസഫ് എന്നൊരുവൻ അവിടെ ഉണ്ടായിരുന്നു. ആലോചനാ സംഘത്തിലെ അംഗമായ അവൻ നല്ലവനും നീതിമാനുമായിരുന്നു. ചോദ്യങ്ങൾ നോക്കാം. 23:50 പ്രകാരം പൂരിപ്പിക്കുക. യഹൂദരുടെ ഒരു പട്ടണമായ ഡാഷിൽ നിന്നുള്ള ജോസഫ് എന്നൊരുവൻ അവിടെ ഉണ്ടായിരുന്നു. ഉത്തരം:
യഹൂദരുടെ ഒരു പട്ടണമായ അരിമത്തിയായിൽ നിന്നുള്ള ജോസഫ് എന്നൊരുവൻ അവിടെ ഉണ്ടായിരുന്നു. അടുത്തൊരു ചോദ്യം നോക്കാം. അരിമത്തിയ ആരുടെ പട്ടണമായിരുന്നു? 23:50 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം യഹൂദരുടെ. അടുത്തൊരു ചോദ്യം നോക്കാം. 23:50 പ്രകാരം പൂരിപ്പിക്കുക. യഹൂദരുടെ ഒരു പട്ടണമായ അരിമത്തിയായിൽ നിന്നുള്ള ഡാഷ് എന്നൊരുവൻ അവിടെ ഉണ്ടായിരുന്നു. ഉത്തരം യഹൂദരുടെ ഒരു പട്ടണമായ അരിമത്തിയായിൽ നിന്നുള്ള ജോസഫ് എന്നൊരുവൻ അവിടെ ഉണ്ടായിരുന്നു. അടുത്തൊരു ചോദ്യം നോക്കാം. ജോസഫ് എവിടത്തുകാരനായിരുന്നു? 23:50 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം യഹൂദരുടെ ഒരു പട്ടണമായ അരിമത്തിയായിൽ നിന്നുള്ളവൻ. അടുത്തൊരു ചോദ്യം നോക്കാം. ജോസഫ് ഏതു സംഘത്തിലെ അംഗമായിരുന്നു? ഉത്തരം ആലോചന സംഘം. അടുത്തൊരു ചോദ്യം നോക്കാം. ആരാണ് നല്ലവനും നീതിമാനും ആയിരുന്നത്? ഉത്തരം അരിമത്തിയായിൽ നിന്നുള്ള ജോസഫ്. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 51-ാം വാക്യം. അവൻ അവരുടെ ആലോചനകളിലോ പ്രവർത്തികളിലോ പങ്കുചേർന്നിരുന്നില്ല, ദൈവരാജ്യം പ്രതീക്ഷിച്ചിരിക്കുകയുമായിരുന്നു. ചോദ്യങ്ങൾ നോക്കാം. അവൻ അവരുടെ ആലോചനകളിലോ പ്രവർത്തികളിലോ പങ്കുചേർന്നിരുന്നില്ല, ദൈവരാജ്യം പ്രതീക്ഷിച്ചിരിക്കുകയുമായിരുന്നു. ആരെ പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം അരിമത്തിയായിൽ നിന്നുള്ള ജോസഫിനെ പറ്റി. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 52-ാം വാക്യം. അവൻ പീലാത്തോസിന്റെ അടുത്തെത്തി യേശുവിന്റെ ശരീരം ചോദിച്ചു. ചോദ്യങ്ങൾ നോക്കാം. ആരാണ് പീലാത്തോസിന്റെ അടുത്തെത്തി യേശുവിന്റെ ശരീരം ചോദിച്ചത്? 23:52 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം അരിമത്തിയായിൽ നിന്നുള്ള ജോസഫ്. അടുത്തൊരു ചോദ്യം നോക്കാം. ജോസഫ് ആരോടാണ് യേശുവിന്റെ ശരീരം ചോദിച്ചത്? ഉത്തരം പീലാത്തോസ്. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 53-ാം വാക്യം. അവൻ അത് താഴെ ഇറക്കി ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയതും ആരെയും അന്നുവരെ സംസ്കരിച്ചിട്ടില്ലാത്തതുമായ ഒരു കല്ലറയിൽ വച്ചു. ചോദ്യങ്ങൾ നോക്കാം. ജോസഫ് യേശുവിന്റെ ശരീരം എന്താണ് ചെയ്തത്? ഉത്തരം താഴെ ഇറക്കി ഒരു തുണിയിൽ പൊതിഞ്ഞ് ഒരു കല്ലറയിൽ വെച്ചു. അടുത്തൊരു ചോദ്യം നോക്കാം. യേശുവിനെ വച്ച കല്ലറയുടെ പ്രത്യേകത എന്തായിരുന്നു? 23:53 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം പാറയിൽ വെട്ടിയുണ്ടാക്കിയതും ആരെയും അന്നുവരെ സംസ്കരിച്ചിട്ടില്ലാത്തതുമായിരുന്നു. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. അന്ന് ഒരുക്കത്തിന്റെ ദിവസമായിരുന്നു, സാബത്തിന്റെ ആരംഭവുമായിരുന്നു. ചോദ്യങ്ങൾ നോക്കാം. അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? 23:54 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം ഒരുക്കത്തിന്റെ ദിവസവും സാബത്തിന്റെ ആരംഭവുമായിരുന്നു. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 23-ാം അധ്യായം 55-ാം വാക്യം. ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ അവനോടൊപ്പം പോയി കല്ലറ കണ്ടു, അവന്റെ ശരീരം എങ്ങനെ സംസ്കരിച്ചു എന്നും കണ്ടു. ചോദ്യങ്ങൾ നോക്കാം. ആരാണ് ജോസഫിനോടൊപ്പം പോയി കല്ലറ കണ്ടത്? 23:55 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ. അടുത്തൊരു ചോദ്യം നോക്കാം. ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ ജോസഫിനോടൊപ്പം പോയി എന്താണ് കണ്ടത്? 23:55 പ്രകാരം ഉത്തരം നൽകുക. കല്ലറയും യേശുവിന്റെ ശരീരം എങ്ങനെ സംസ്കരിച്ചു എന്നും കണ്ടു. അടുത്തൊരു ചോദ്യം. ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ ആരോടൊപ്പം പോയാണ് കല്ലറയിൽ യേശുവിന്റെ ശരീരം എങ്ങനെ സംസ്കരിച്ചു എന്ന് കണ്ടത്? 23:55 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം
അരിമത്തിയായിൽ നിന്നുള്ള ജോസഫിനോടൊപ്പം. അടുത്ത വാക്യം നോക്കാം. 23 അധ്യായം 56 വാക്യം. അവർ തിരിച്ചു ചെന്ന് സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളും തയ്യാറാക്കി. സാബത്തിൽ അവർ നിയമാനുസൃതം വിശ്രമിച്ചു. ചോദ്യങ്ങൾ നോക്കാം. ആരാണ് തിരിച്ചു ചെന്ന് സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളും തയ്യാറാക്കിയത്? 23:56 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: ഗലീലയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ. അടുത്തൊരു ചോദ്യം നോക്കാം. ഗലീലയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ തിരിച്ചു ചെന്ന് എന്താണ് ചെയ്തത്? 23:56 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളും തയ്യാറാക്കി. അടുത്തൊരു ചോദ്യം നോക്കാം. 23:56 പ്രകാരം പൂരിപ്പിക്കുക. സാബത്തിൽ അവർ ഡാഷ് വിശ്രമിച്ചു. ഉത്തരം: സാബത്തിൽ അവർ നിയമാനുസൃതം വിശ്രമിച്ചു. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും പ്രത്യേകം നന്ദി പറയുന്നു. തുടർന്ന് അങ്ങോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.